വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ AEC ഫോർ ലിറ്ററേച്ചേഴ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്ക് വീതമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്നും ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റി സിലബസിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നോക്കാം. നമുക്ക് 3 സെക്ഷനിലായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എയിൽ നമുക്ക് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അത് ടെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏറെക്കുറെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സെക്ഷൻ എയിൽ വരുന്നത്, 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ. സെക്ഷൻ ബിയിൽ നമുക്ക് വരുന്നത് ഒരു പാസേജ് തന്നിട്ട് അത് വായിച്ചുകൊണ്ട് ആൻസർ ചെയ്യാനുള്ളതാണ്. നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളതുപോലെ നമുക്ക് ടെക്സ്റ്റിന് പുറമേയുള്ള എന്നാൽ ടെക്സ്റ്റിലുള്ള ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അത് വായിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. അതിനകത്ത് നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഷോർട്ട് ആൻസർ ആയിട്ടുള്ളത്, അതിന് 12 മാർക്ക്. അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 സെന്റൻസിൽ കൂടുതൽ ഒരു 4-5 സെന്റൻസിലൊക്കെ ആൻസർ ചെയ്യേണ്ട 3 മാർക്കിന്റെ ചോദ്യങ്ങൾ 2 എണ്ണം എന്നിവയാണ് നമുക്ക് സെക്ഷൻ ബിയിൽ ഉണ്ടാവുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാസേജ് വായിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. സെക്ഷൻ സിയിൽ നമുക്ക് 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിൽ ഒരെണ്ണം നമുക്ക് ആൻസർ ചെയ്താൽ മതി. അത് ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് ഇതിലെ ഇൻസ്ട്രക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, മെമ്മറി, കോൺവെർസേഷൻ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്നിവയാണ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് റിലേറ്റഡ് ആയിട്ട് ആ ഒരു സെക്ഷനിൽ വരുന്നത്. സെക്ഷൻ ബി നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് അനലൈസ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാസേജ് വന്നിട്ട് അത് നമുക്ക് ആൻസർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സെക്ഷൻ സിയിൽ 15 മാർക്കിന്റെ ചോദ്യത്തിൽ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കില്ലാണ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ വരുന്നുണ്ട്. നമ്മുടെ ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോത്ത്, അതുപോലെ തന്നെ ദ വീൽ ചെയർ ഓഫ് ചേഞ്ച് എന്നുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഹിൻസ് തന്നിട്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇതുപോലെ ഒരു ഹിൻസ് തന്നിട്ടോ അല്ലെങ്കിൽ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോത്തിൽ പറയുന്നത് ആ പെയിന്റർ പിന്നീട് ആ മോഡലിനെ കാണുന്ന സമയത്ത് ഉള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാനൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എഴുതുന്ന ചോദ്യങ്ങൾ ഈ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് വരാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് റെസിപ്പീസ് ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഫുഡിൻ്റെ റെസിപ്പി എഴുതാനോ അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫിലിമിൻ്റെ റിവ്യൂ എഴുതാനോ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ 15 മാർക്കിൻ്റെ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് വരാവുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എസ്സേ പോലെ എഴുതാനുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എസ്സേ എന്ന് പറയുന്നതും ക്രിയേറ്റീവ് റൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സുമായിട്ട് ഡയറക്റ്റഡ് ആയിട്ട് നമുക്ക് എസ്സേ എഴുതാനുള്ള ചോദ്യവും നമുക്ക് ആ ഭാഗത്ത് ഉണ്ടാവാവുന്നതാണ്. അടുത്തത് നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റി വെയിറ്റേജ് കൊടുക്കുന്നതാണ് നോക്കുന്നത്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കോളത്തിൽ കാണുന്നത് പോലെ മാർക്സ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആദ്യത്തെ 2 മൊഡ്യൂളുകളിൽ നമുക്ക് 10 മാർക്ക് വീതം എന്നാണ് പറയുന്നത്. നമുക്ക് ആകെ 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തെ 2 മൊഡ്യൂളുകളിൽ നമുക്ക് 10 മാർക്കിന് വീതമുള്ള ചോദ്യങ്ങളാണ് വരാവുന്നത്. അടുത്ത 2 മൊഡ്യൂളുകളിൽ നമുക്ക് 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇവിടെ കാണുന്ന പോലെ നമുക്ക് 3rd മൊഡ്യൂളിൽ നിന്ന് 15 മാർക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 4th മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 3 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് 15 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഈ ലാസ്റ്റ് 2 മൊഡ്യൂളുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഈ 2 മൊഡ്യൂളിലാണ് നമുക്ക് 15 മാർക്ക് വെയിറ്റേജ് വരുന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ 2 മൊഡ്യൂളിൽ നിന്ന് എസ്സേ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ 5 ചോദ്യങ്ങളാണുള്ളത്, 5 മാർക്ക് വീതം വരുന്നത്. 100 വാക്കുകളിൽ ആൻസർ ചെയ്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 5 ചോദ്യങ്ങൾ 5 മാർക്കിനാവുമ്പോൾ 25 മാർക്കാവും. നമുക്ക് സീലിംഗ് തന്നിരിക്കുന്നത് 20 മാർക്കാണ്. അപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 20 മാർക്ക് ആവുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 1 മാർക്ക് പോലും മിസ്സാവാതെ എഴുതേണ്ടി വരും. ഇവിടെ നമുക്ക് 5 ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് 5 മാർക്ക് കിട്ടില്ല, 4-3 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീലിംഗിൽ പറയുന്ന 20 മാർക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് മുസ്തഫാസ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് ഓൺ ഹിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ബിസിനസ് ഫിലോസഫി. PC മുസ്തഫയുടെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനെയും ബിസിനസ് ഫിലോസഫിയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വളരെ ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ഒരു കഷ്ടപ്പാടുള്ള അവസ്ഥയിൽ വളർന്നു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനകത്ത് എത്തിക്കൽ വാല്യൂസിന് വളരെ പങ്കുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസിൻ്റെ വാല്യൂ എല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെയാണ്. നമ്മൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം പറയുന്നത് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ബോയ് ഫ്രം ചൈൽഡ് ക്രൈസ്റ്റ് ടു ജൂദാസ് ഇൻ ദ ഷോർട്ട് സ്റ്റോറി ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോത്ത്. ഇനി ജൂദാസ് ഇസ്കാരിയോത്തിൻ്റെ സ്റ്റോറിയിൽ യേശു ക്രിസ്തുവിൻ്റെ കുട്ടിക്കാലത്ത് മോഡലായിട്ടുള്ള അതേ വ്യക്തി തന്നെ വർഷങ്ങൾക്ക് ശേഷം ജൂദാസിൻ്റെ മോഡലായിട്ട് വരുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ കുട്ടിക്കാലത്ത് എല്ലാ ആളുകളും നിഷ്കളങ്കരാണ്, അതുപോലെ തന്നെ നന്മയുള്ളവരാണ്. പിന്നീട് ജീവിതത്തിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും പല അനുഭവങ്ങളുമാണ് ആളുകളെ ഈ തിന്മയുടെയും പാപത്തിൻ്റെയൊക്കെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു തീമാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ മോഡലായിട്ടുള്ള വ്യക്തി തന്നെ ജൂദാസിൻ്റെ മോഡലാവുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ കാണുന്നത്. എക്സാമിൻ ഹൗ സാരംഗ് പ്രൊമോട്ട്സ് എ സസ്റ്റൈനബിൾ മോഡ് ഓഫ് ആൾട്ടർനേറ്റ് ലിവിങ്. ഇനി സാരംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്കൂളാണ്. ആ സ്കൂളിനകത്ത് എന്താണ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണുള്ളത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് അവിടെയുള്ളത്. അവിടെ ഈ പരമ്പരാഗത മൂല്യങ്ങൾ, വാല്യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അറിവുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു ജീവിത രീതിയൊക്കെയാണ് പരിചയിക്കുന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ഹൗ ഡു അനുജ ചൗഹാൻസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ ക്യാരക്ടേഴ്സ്. ഇനി അനുജ ചൗഹാന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അവരുടെ ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ചോദിക്കുന്നത്. നമ്മൾ അവരുടെ ചാപ്റ്ററിൽ കണ്ടിരുന്നു. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ACP ഭവാനി സിംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ അവരുടെ ഫാമിലി ലൈഫിൽ തന്നെയുള്ള അവരുടെ അങ്കിളിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും മോഡൽ ആയിക്കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഈ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ഇൻഫ്ലുവൻസോടുകൂടിയാണ് അവർ ക്യാരക്ടേഴ്സ് സൃഷ്ടിക്കുന്നതാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. ഇനി പ്രിപ്പയർ എ റെസിപ്പി ഓഫ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് ഡിഷസ്. നമുക്ക് ഒരു റെസിപ്പി, നമ്മുടെ റെസിപ്പി ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ +2 അപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ആയിട്ട് പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു റെസിപ്പിയുടെ മോഡൽ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ മോഡൽ തയ്യാറാക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസറായിട്ട് എഴുതാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു പാസേജ് തന്നിട്ട് ആ പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പരിചയിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാസേജാണ് തന്നിരിക്കുന്നത്. അതിൽ ചോദ്യം വരുന്നത് ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ദ സോയിൽ. ഈ പാസേജിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട് ഈ എർത്തിന് കാർബൺ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു ശേഷി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ സോയിലിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് വാട്ട് ഇമ്പാക്ട് വിൽ ഗ്ലോബൽ വാർമിംഗ് ഹാവ് ഓൺ ദി എക്കണോമിക് ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് കൺട്രീസ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ഗ്യാപ്പിനെ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ചോദിക്കുന്നു. നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ഗ്യാപ്പ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാവപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഈ ജലക്ഷാമവും അതുപോലെ തന്നെ മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ വികസനത്തിൽ ഒരുപാട് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ഗ്യാപ്പ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ആർ സം ഓഫ് ദ ഡിസാസ്റ്റേഴ്സ് റിലേറ്റഡ് ടു ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഈ പാസേജിൽ 3rd പാരഗ്രാഫിൽ ആണ് വരുന്നത്. അതിനകത്ത് ഹീറ്റ് വേവ്സ്, ഡ്രൗട്ട്സ്, ടൈഫൂൺസ്, ഹരിക്കെയിൻസ് തുടങ്ങിയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അടുത്തത് ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് പോസ് എ ത്രെറ്റ് ടു ഇന്റർനാഷണൽ പീസ് ആൻഡ് യൂണിറ്റി. ഇനി ലോക സമാധാനത്തിന് ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഒരു തടസ്സം സൃഷ്ടിക്കാനാണ് ചോദിക്കുന്നത്. നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുള്ളതാണ്. അതായത് വെള്ളത്തിന് വേണ്ടിയിട്ട് ആളുകൾ നമ്മൾ യുദ്ധം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ലോക സമാധാനത്തിന് ഒരു വിഘാതം സൃഷ്ടിക്കുന്നത്. ഇനി ഹൗ മെനി പീപ്പിൾ അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക് വിൽ ഹാവ് ടു മൈഗ്രേറ്റ് ബൈ 2050. ഇനി 2050 കൂടിയിട്ട് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം എത്ര ആളുകൾക്ക് ഇതുപോലെ പലായനം ചെയ്യേണ്ടി വരുന്നതാണ് ചോദിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഈ പാസേജിൽ അത് തന്നിരിക്കുന്നത്. 140 മില്യൺ ആളുകൾക്ക് ഇതുപോലെ പലായനം ചെയ്യേണ്ടി വരുന്നതാണ് പറയുന്നത്. വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് ഡ്രൗട്ട്സ് ഇൻ ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക. ഇനി
ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഈ ജലക്ഷാമം കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അതും നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഈ പാസേജിലെ ആൻസർ വരുന്നത്. അവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജലത്തിന് വേണ്ടി ആളുകൾ നമ്മൾ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം, ആളുകൾ നമ്മൾ തർക്കം ഉണ്ടാവുകയും ഒരു കലാപം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്. വാട്ട് കാൻ ബി ഡൺ ടു കൺട്രോൾ ദി എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? ഇനി ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് ചോദിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ റിസോഴ്സസ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക, നമ്മൾ വിഭവങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യാതെ, അത് വെള്ളമായാലും അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയായാലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എനർജി കൺസപ്ഷൻ, നമുക്കറിയാം നമ്മൾ ഈ എനർജി ഉപയോഗിക്കുമ്പോഴാണ് ഒരുപാട് കാർബണൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു ആൻസർ ആയിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്തത് ഈ പാസേജിൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന് 3 മാർക്ക് വീതമാണ് വരുന്നത്. സീലിംഗ് വരുന്നത് 3 മാർക്കാണ്. അപ്പോൾ നമുക്ക് 2 അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് 3 മാർക്ക് കിട്ടിയാൽ മതി. ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ ചോദ്യത്തിനകത്ത് നമുക്ക് 3 പാർട്ടുണ്ട്. ABC എന്നുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫൈൻഡ് സിനോണിം ഫോർ ദ വേർഡ് ഫ്ലറിഷ്ഡ്. ഫ്ലറിഷ്ഡ് എന്നുള്ള വാക്കിന് സമാനമായിട്ടുള്ള പദം ഈ പാസേജിൽ വരുന്നതാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ പാസേജിൽ 2ാമത്തെ പാരഗ്രാഫിൽ വരുന്ന ത്രൈവ്ഡ് എന്നുള്ള പദമാണ് അതിന് സിമിലർ ആയിട്ട് വരുന്നത്. ഫ്രെയിം എ സെന്റൻസ് യൂസിങ് ദ വേർഡ് ഡീഗ്രഡേഷൻ. ഡീഗ്രഡേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഇസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദ ഗിവൺ പാസേജ്. ഈ പാസേജിന് ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. നമുക്ക് ദ പ്രോബ്ലം ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നോ അല്ലെങ്കിൽ ദ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് പറയുന്നത് ക്രിയേറ്റ് എ ബ്രീഫ് ഡയലോഗ് ബിറ്റ്വീൻ 2 ഫ്രണ്ട്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ കൺസർവേഷൻ ഇൻക്ലൂഡിങ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ചസ്. ഈ വാട്ടർ കൺസർവേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കിന്റെ ഒരു കോൺവെർസേഷൻ ആണ്. 5 എക്സ്ചേഞ്ച് ആണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 ക്വസ്റ്റ്യൻസിനുമായിട്ട് നമുക്ക് 3 മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ചൊക്കെ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ലാതെ നമുക്ക് ആ സീലിങ്ങിന്റെ മാർക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് വരുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 15 മാർക്കിന്റെ 2 ചോദ്യങ്ങളുണ്ട്. അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സാമിൻ ദ മോഡ്സ് ഓഫ് ഇൻക്ലൂസിവിറ്റി ദാറ്റ് ക്യാൻ ബി പ്രാക്ടീസ് ടു അഡ്രസ് ദി ഇഷ്യൂ ഓഫ് മാർജിനലൈസേഷൻ ഇൻ കണ്ടംപററി ടൈംസ് വിത്ത് എ സ്പെഷ്യൽ റെഫറൻസ് ടു ദ ടെക്സ്റ്റ് പ്രിസ്ക്രൈബ്ഡ്. ഇൻക്ലൂസിവിറ്റി എന്നുള്ളൊരു തീമാണ് ചോദിക്കുന്നത്. അതായത് മാർജിനലൈസ്ഡ്, പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകളെ സമൂഹത്തിനകത്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിനകത്ത് ദ സൈലന്റ് ചൈൽഡ്, അതുപോലെ തന്നെ ദ വീൽ ചെയർ ഓഫ് ചേഞ്ച് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമുക്ക് ഇതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സമൂഹത്തിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടെല്ലാം പറയുന്നുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാനാണ് നമ്മളോട് ഇത് പറയുന്നത്. അപ്പോൾ അത് പുറമേ നിന്നുള്ളൊരു ചോദ്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമുക്ക് ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഈ ഒരു തീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലെ എസ്സേയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിലെ ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന ഒരു ഫിലിം റിവ്യൂ എഴുതാനാണ്. ക്രിട്ടിക്കലി അനലൈസ് എ ഫിലിം ഓഫ് യുവർ ചോയ്സ് ഇൻകോർപ്പറേറ്റിംഗ് ദ കീ എലിമെന്റ്സ് നീഡഡ് ഫോർ ദ റിവ്യൂ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ റിവ്യൂ എഴുതാൻ വേണ്ടി പറയുന്നു. അവിടെ അതിലെ കീ എലിമെന്റ്സ് ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എന്താണ് കീ എലിമെന്റ്സ് വരാൻ നോക്കാം. നമുക്ക് ഫിലിം റിവ്യൂ എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അതിനകത്ത് സിനിമയുടെ പേര്, ഡയറക്ടർ, അത് റിലീസായിട്ടുള്ള വർഷം, അതിലൊരു തീമിന്റെ സമ്മറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ നമുക്ക് പ്ലോട്ട് സമ്മറി വേണം. ആ സിനിമയുടെ കഥ ഒന്ന് നമ്മൾ ചുരുക്കി പറയുന്നതാണ് പ്ലോട്ട് സമ്മറി എന്ന് പറയുന്നത്. അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമുക്ക് ആ സിനിമയിലെ തീം, മെസ്സേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. ആ സിനിമ എന്തെങ്കിലും സന്ദേശം പങ്കുവയ്ക്കുന്നുണ്ടോ, അതിലുള്ള തീം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. പിന്നെ നമുക്ക് ക്യാരക്ടറൈസേഷൻ എഴുതണം. ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് എഴുതണം. നമുക്ക് ടെക്സ്റ്റിലുണ്ടായിരുന്ന കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഫിലിം റിവ്യൂവിനകത്ത് മദർ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ സിനിമയിൽ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, സ്റ്റീരിയോ ടൈപ്പിക്കലാണോ അല്ലയോ, അതായത് സ്ത്രീ കഥാപാത്രങ്ങൾ, പുരുഷ കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലെ ആണോ അവതരിപ്പിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടാണോ അവതരിപ്പിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമുക്കിതിൽ ടെക്നിക്സ് ആണ് എഴുതേണ്ടത്. അതായത് അതിലെ ഡയറക്ഷൻ, സിനിമോട്ടോഗ്രഫി, എഡിറ്റിംഗ്, മ്യൂസിക്, അതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അടുത്ത സെക്ഷനിൽ നമുക്ക് എഴുതേണ്ടത്.
പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. അതിന് മുമ്പ് നമ്മളൊരു സ്ട്രെങ്ത് വീക്ക്നെസ് എഴുതണം. ഈ സിനിമയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിൽ വീക്ക്നെസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ളതുണ്ടോ, കുറവുകളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ലാസ്റ്റ് നമ്മൾ ഒരു കൺക്ലൂഷനാണ് എഴുതേണ്ടത്. പൊതുവിൽ ഈ സിനിമ നല്ലൊരു സിനിമയാണോ, അതിൽ എന്ത് സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത് തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ ഒരു കൺക്ലൂഷനാണ് നമുക്ക് ഈ ഒരു ഫിലിം റിവ്യൂവിനകത്ത് എഴുതേണ്ടത്. ഇതും നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ അപ്ലിക്കേഷൻ ലെറ്റർ തയ്യാറാക്കി പോയിരുന്നത് പോലെ നമുക്കൊരു ഫിലിം റിവ്യൂ തയ്യാറാക്കി പോകാവുന്നതാണ്. ഇനി ഈ രീതിയിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന നിർബന്ധമില്ല. ഒരുപക്ഷെ നമുക്ക് എസ് എ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. നമുക്ക് തൊട്ട് മുന്നിൽ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടല്ലോ, ഈ ഇൻക്ലൂസിവിറ്റി മാർജിനലൈസേഷൻ എന്ന രീതിയിൽ എസ് എ മോഡൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു നമ്മുടെ ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോത്ത്, അതുപോലെ തന്നെ വീൽ ചെയർ ഓഫ് ചേഞ്ച് തുടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് വരാം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫിലിം റിവ്യൂ എഴുതാനുള്ള ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് ആണ് നമുക്ക് ഈ ലാസ്റ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പൊതുവിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നല്ല ഈസി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്. കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.